എന്റെ പൊന്നു നേതാവേ, ഇവിടെ ഉള്ളവരൊക്കെ പാവങ്ങളാ. നേതാവ് കയറി ഇറങ്ങി അവരെ കൂടി വലക്കരുത്. നടക്കടേ, നടക്കടാ. ചേട്ടാ കാപ്പി. അയ്യോ പിടി. ബിജുമോനെ, നിനക്ക് പുട്ട് മേടിച്ചു വെച്ചിട്ടുണ്ട്, കാപ്പിയും തരാം. ഞാൻ പിന്നെ തിന്നോളാം. മാമ കാപ്പി കുടിച്ചില്ലെങ്കിൽ പാതി തരണം കേട്ടോ. ശരി. മോന് സ്കൂളിൽ പോണ്ടേ? അതിന് സമയമായില്ലല്ലോ. നിന്റെ ഒരു പൊട്ട വാച്ച്. സമയം ചോദിച്ചു ഞാൻ പറയത്തില്ല കേട്ടോ മാമ. വേണ്ട, എന്തൊക്കെയാ ഗോപി വിശേഷങ്ങൾ? ലളിതേ, നീ ഇവിടാണോടാ മോനെ? സ്കൂൾ വിട്ട് അവനിങ് പോരും. എന്റെ കൂടെയാ കിടപ്പ്. പിന്നെ ഗോപി, പല സ്ഥലങ്ങളിലും തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു വരികയാണ്. ഇവിടെ മാത്രം? ഇവിടെയും തൊഴിലാളികൾ സംഘടിക്കും. ഞാനും തങ്കപ്പനും ഒക്കെ അതിനാ ശ്രമിക്കുന്നത്. എന്റെ പൊന്നു കുഞ്ഞെ, നിനക്കൊന്നും തോന്നരുത്. നീ എന്തിനാ അവിടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നത്? നിന്റെ കൂടെ കൂടിയാ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമെന്നും തല്ലുമെന്നും ഒക്കെ ആളുകൾ പറയുന്നത്. ഇവൻ പാടുപെട്ട് കൊണ്ടുവന്നിട്ട് വേണം ഞങ്ങളുടെ വയറ് കഴിയാൻ. അമ്മയോട് ആരോ എന്തോ പറഞ്ഞതാ, അമ്മ അത് വിശ്വസിച്ചു. വെറുതെ അമ്മേ. എന്റെ മോനെ, പ്രസംഗവും പത്രവും സിന്ദാബാദും ഒന്നും നമുക്ക് വേണ്ട. പേടിക്കേണ്ടത് പേടിക്കണം. ചേട്ടാ, നീ ഒന്ന് എണ്ണീരടാ. പല്ല് തേച്ച് കുളിച്ച് ജോലിക്ക് പോകാൻ നോക്ക്. അമ്മേ, സ്കൂളിൽ പറഞ്ഞയക്കാൻ നോക്ക്. വാ മോനെ. ഇവന്റെ പുസ്തകമെല്ലാം എവിടെയാ ഗൗരി? അവിടെയോ ഇവിടെയോ? ഇവിടെയുണ്ട്. അല്ല, അളിയൻ വരുന്നില്ലേ? അളിയൻ നടന്നു, ഞാൻ പുറകെ വന്നേക്കാം. തങ്കപ്പ, ഒരു ബീഡി എനിക്കും താടോ. പിന്നെ നേതാവൊന്നും വന്നിരുന്നു. ഇവിടെ ഒരു യൂണിയൻ ഉണ്ടാക്കുന്നതിനെ പറ്റി സംസാരിച്ചു. തങ്കപ്പ, നമുക്ക് ഇവരെയൊക്കെ ഒന്ന് വിളിച്ചുകൂട്ടി സംസാരിക്കണം. ഒരു ദിവസം നേതാവിനോട് വരാൻ പറ, എല്ലാരും വിളിച്ചുകൂട്ടാം. കാപ്പി 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 നെയ്യപ്പം മറേ. കാപ്പി കാപ്പി എല്ലാരും വന്നോളി വന്നോളി. ചൂടുള്ള കാപ്പി. ഇരിക്കും ഇരിക്കും. അല്ലാ, നല്ല ചൂടായിട്ട് ഒരു കാപ്പി തായിക്കാം. എന്റെ മോളെ, എത്ര നാളായി നമ്മളിവിടെ കാപ്പി പിക്കുന്നത്? എന്നെങ്കിലും നമ്മൾ തണുത്ത കാപ്പി തന്നിട്ടുണ്ടാ? അല്ല, ഒറ്റയ്ക്ക് കുടിക്കുകയാണ്. ഒരു കാപ്പി എനിക്ക്. എന്താ കുടിക്കാത്തത്? ചൂട്. എന്നാ ഇങ്ങതാ, ഞാൻ കുടിക്കാം. ഞാൻ കുടിച്ചതിന്റെ ബാക്കിയോ? അങ്ങനത്തെ കാപ്പിയല്ലേ ഗോപിക്ക് വേണ്ടത്. അങ്ങോട്ട് കൊടുകി, ഇങ്ങോട്ട് കൊണ്ടുപോവാ. നിങ്ങളിങ്ങനെ കുടിച്ചതിന്റെ ബാക്കി കുടിച്ചാ മതിയോ? എന്നാ രണ്ടുപേരും കൂടെ ഒന്നിച്ച് പാവിരിക്കുക. ഈ മാധവൻ ചേട്ടന് വേറെ തൊഴിലില്ലേ? അയാൾ പറഞ്ഞ നേരല്ലേ? എടാ തങ്കപ്പ, ഇവിടെ വാ. നിനക്ക് കാപ്പി വേണ്ടേ? വാടാ വാ, ഇവിടെ ഇരിക്കും. ഇവനൊരു കാപ്പി കൊടുക്കും. എനിക്കും വേണം കാപ്പി. ഇവൾക്കൊരു കാപ്പി കൊടു. എന്താ ഇത്? ചോറോ കഞ്ഞിയോ? കഞ്ഞി. കപ്പ മീൻ ഇട്ടുടച്ചു, കാന്താരിമുളകിന്റെ ചമ്മന്തി. നേരോ? അയ്യോ, ചേച്ചിയുടെ വായിൽ വെള്ളം ഊറുന്നു. കഞ്ഞി കുടിക്കുമ്പോ ചേച്ചിക്ക് ഇത്തിരി കൊടുക്കണേ ചേട്ടാ.
കാപ്പി കാപ്പി. ഇവിടെ നാരായണമല്ലേ എന്തോ ആലപ്പുഴ വരെ ഒന്ന് പോണം. ഞാൻ പോണോ മുതലാളി? ഞാൻ പോകാം. ഞാൻ പോയാൽ കയറിന് കുറെ കൂടി ഓർഡർ കിട്ടും. പിന്നെ കിട്ടിയ ഓർഡർ തന്നെ കൊടുത്തു തീർക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ. ആ അതൊക്കെ കൊടുക്കാം. കിട്ടുമ്പോ പിടിക്കണം. അതാണ് ബിസിനസ്. അത് ശരി. കാർത്തിയായിനി കുഞ്ഞിനടുത്ത് പാല് കൊടുക്ക. അയ്യോ വേണ്ട, മുതലാളി വരാൻ സമയമായി. അയാൾക്കിനി അത് മതി. നീ കുഞ്ഞിനടുത്ത് പാല് കൊടുക്കുന്നേ. മുതലാളി എന്താ തല വെട്ടിക്കളയോ? മുതലാളിയെ പേടിച്ച് സ്വന്തം കുഞ്ഞിനെ കൊല്ലണോ? ചെല്ലേ, കുഞ്ഞിന് പാല് കൊടുക്ക്. ചെല്ലേ. ഇതിന്റെ ഒരു ബ്രാഞ്ചായിട്ട് അയൽനാട്ടിൽ നിന്ന് തുടങ്ങിയാൽ എന്താ? വളരെ കാലിന്റെ വേദനയൊക്കെ എങ്ങനെ ഇരിക്കുന്നു? വെറുവിട്ടായിരിക്കുന്നു എനിക്ക് തോന്നുന്നു. പൊടിവാറ്റാതെ എന്താണിത്? ഇത് ജോലി ചെയ്യാനുള്ള സ്ഥലം, കുഞ്ഞിനെ വളർത്താനുള്ള സ്ഥലം. ഇങ്ങനെയുള്ളവരൊക്കെ എന്തിനാ ജോലിക്ക് നിർത്തുന്നത്? അതുകൊണ്ടാണ് സമയത്തും കാലത്ത് ജോലി ചെയ്യാത്തത്. കുഞ്ഞ് വിശന്ന് കരഞ്ഞു, അതുകൊണ്ടാണ്. നിന്നോട് ചോദിച്ചോ? നീ എന്തിനാണ് വക്കാലത്ത് പിടിക്കുന്നത്? ഇതിനെയൊക്കെ വളർത്തിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? വല്ല ചകിരിക്കുഴിയിൽ മരിച്ചെറിയ, എന്നിട്ട് പോയി ജോലി. ചകിരിക്കുഴി വലിച്ചെറിയ മുതലാളി, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ ഇതും ഒരു മനുഷ്യ കുഞ്ഞാണ്. വളർത്താൻ കഴിയാത്ത നീ എന്തിനാണ് പ്രസവിച്ചത്? പെണ്ണായി പിറന്നത് കൊണ്ട് വളർത്താൻ കഴിവില്ലെങ്കിലും നിങ്ങളുടെയൊക്കെ വാതിക്കൽ കൈനീട്ടാൻ വന്നില്ലല്ലോ. നീ ആരോടാണ് തർക്കുത്രം വന്ന്? മുതലാളിയോടാണോ? ആരായാലെന്താ, കാര്യം പറഞ്ഞതാണ്. എന്നോട് നീ പറയുമല്ലേ? മുതലാളി എന്നെ കൊണ്ട് പറയിച്ചതല്ലേ? എന്താണ് ഇവരുടെ പേര്? എന്താണെങ്കിലും വേണ്ടില്ല, ഇവിടെ നീ പണിക്ക് നിർത്തണ്ട. മുതലാളി, ഇവർ ജോലി ചെയ്തിട്ട് വേണം ഈ കുഞ്ഞും വയസ്സായ തള്ളയും ജീവിക്കാൻ. അതിനിവർ ജോലി ചെയ്യാനല്ലേ വരുന്നത്, കുഞ്ഞിന് മുതലെടുക്കാനല്ലേ? ഇവരുടെ ഭർത്താവ് മരിച്ചുപോയി എന്നറിയാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ഒരാളാണ് അയാൾ. കൊച്ചിനുണ്ടാക്കിയിട്ടുണ്ട്, അയാളോട് മരിക്കാൻ ആര് പറഞ്ഞു? ഇവള് ജോലി ചെയ്യാതെ മുതലാളി ശമ്പളം കൊടുക്കണോ? ഇവർ ജോലി ചെയ്തല്ലോ. എവിടെ? നീ ഒന്നും പറയണ്ട. നാരായണപിള്ളേ, എന്തോ? ഇവർക്ക് ജോലി കൊടുക്കണ്ട, കൂലിയും കൊടുക്കണ്ട. നാരായണപിള്ളേ, ഞാൻ അക്കരയ്ക്ക് ഒന്ന് പോയിട്ട് വരാം. താനിവിടെ വന്നു. എങ്ങും പോയി കളയരുത്. വാസുദേവൻ, ഗോപി, എനിക്ക് വേണ്ട. അതെന്താ? ഈ കാർത്തിയാനിക്ക് കൂലി കൊടുക്ക്. മുതലാളി പറഞ്ഞിട്ടുണ്ട് അവർക്ക് കൂലി കൊടുക്കരുത്. എന്നാൽ ഞങ്ങൾ അവർക്ക് കൂലി വാങ്ങിച്ചു കൊടുക്കും. ഗോപി, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. കൂലി വേണ്ടെങ്കിൽ നിനക്ക് പോകാം. വേല ചെയ്ത കൂലി വേണ്ടെന്ന് ഞാൻ പറയില്ല, അത് കണക്ക് പറഞ്ഞ് വാങ്ങുകയും ചെയ്യും. പക്ഷെ അതിനു മുമ്പ് ഇവർക്ക് കൂലി കൊടുപ്പിക്കും. ഇവൾക്ക് ജോലിയില്ല, കൂലിയില്ല. കുഞ്ഞിനെ കൊഞ്ചിച്ചോണ്ടിരുന്നവൾക്ക് കൂലി കൊടുക്കണമല്ലേ? നീ കൊണ്ട് പറയിക്ക. അടുത്താളാ ദേവകി. കാർത്തിയാനിക്ക് കൂലി കൊടുത്തില്ലെങ്കിൽ എനിക്കും വേണ്ട. നിനക്കോ? എനിക്കും വേണ്ട. ആരും കൂലി വാങ്ങരുത്, ആരും വാങ്ങരുത്, ആർക്കും വേണ്ട. ഇവിടെ വില ഇതാ, പാടോ. കണക്ക് ദിവസവും കാശ് കൊടുത്തോ, ആർക്കും കൂലി കൊടുക്കണ്ട. ഇവിടെ വാങ്ങാൻ പോലെ വാങ്ങട്ടെ. മുതലാളി, പോകരുത്. പോയാൽ എന്ത് ചെയ്യും? കൂലി കൊടുത്തിട്ടേ ഇവിടുന്ന് പോകാവൂ. അങ്ങനെയും പറയും. മുതലാളി, എന്താ ഇവർ ചെയ്ത തെറ്റ്? ഒരു ഇത്തിരി നേരം സ്വന്തം കുഞ്ഞിന് മുല കൊടുത്തു, അതൊരു തെറ്റാണ്. നിങ്ങൾ മുലപ്പാൽ കുടിച്ചല്ലേ വളർന്നത്, അമ്മ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഞങ്ങൾക്ക് കൂലി തരണം, അവർക്കും കൊടുക്കണം, അല്ലാതെ ഇവിടുന്ന് ഒരു അടി അനങ്ങാൻ സമ്മതിക്കില്ല. മുതലാളി, കാർത്തിയാനിക്കും ഇവർക്കും കൂലി കൊടുത്തേക്കും. നിങ്ങൾ ഇന്ന് ജയിച്ചു. ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ്. നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് മുതലാളിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞത്. ജയിക്കുകയോ തോൽക്കുകയോ എന്നുള്ളതല്ല പ്രശ്നം. നിങ്ങൾ സംഘടിക്കും. സംഘടനയിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ നേടിയെടുക്കാൻ കഴിയൂ.
ചേച്ചി എന്തിനാണ്? നിങ്ങളെല്ലാരും എന്തിനാ അവിടെ കൂടിയിരിക്കുന്നത്? ഞങ്ങളിവിടെ യൂണിയൻ ഉണ്ടാക്കുകയാണ്. ഹാ, ഞാനും തൊഴിലാളിയാണ്. എനിക്കും യൂണിയനിൽ ചേരാം. എനിക്ക് പേടിയാണ് കേട്ടോ. ഇത്ര കാലമായിട്ട് നിനക്ക് പേടി? എന്നും നിനക്ക് പേടി തന്നെ എന്ന് പറഞ്ഞ എപ്പോഴാ അങ്ങേര് കയറി വരുന്നെന്നറിയാമോ? അയാളൊന്നും വരില്ല. അയാളിപ്പോ കോട്ടയത്ത് മാത്തുണ്ണിന്റെ വീട്ടിലിരിക്കാവും. ശരിയുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞ് 13-ന്റെ അന്ന് പാവം കോട്ടയത്ത് പോകാൻ തുടങ്ങിയതാ. പിന്നെ എല്ലാ ആഴ്ചയും മുതലാളിക്ക് വേണ്ടി കോട്ടയത്ത് പോക്ക് തന്നെ. എത്ര കാലമായിട്ട് ഞാനമ്മേ ഈ കോട്ടയത്ത് പോക്ക് തുടങ്ങിയിട്ട്. എന്നിട്ട് ഞാൻ നിന്നെ മടുത്തോ? എന്നാലും മുതലാളിക്ക് വേണ്ടി ഞാൻ എന്റെ ഭർത്താവിനെ വഞ്ചിക്കില്ലേ? നിനക്ക് വേണ്ടി ഞാൻ എന്റെ ഭാര്യയെ വഞ്ചിക്കുന്നോ? അതോ ഞാൻ ഒരു പാട്ട് കേട്ടു. ഞാനും കേട്ടോ. ഞാൻ അറിയാതെ നടന്നു എത്തിയത് ഇവിടെയാണ്. ഞാനും അറിയാതെയാണ് വാതിൽ തുറന്നത്. തങ്കപ്പൻ വന്നില്ലേ? ഇല്ല. കിടന്നുള്ളൂ. അടിയൻ നാരായണപിള്ള കണ്ടോ? ഇവിടുന്ന് തെങ്ങ് കയറിയിട്ട് എല്ലിക്ക പുരയിടത്തിലേക്ക് പോയി. ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാ പോയത്. മുതലാളിക്ക് ഒന്നും വേണ്ട. നാരായണപിള്ള വന്ന് തേങ്ങ ഇടിച്ചിട്ട് പോയി. തങ്കപ്പൻ ഇവിടെ ഇല്ലേ? ആ തീപ്പെട്ടി ഒന്ന് തരാമോ? ഞാൻ നിന്നെ ദേവൂന്ന് വിളിച്ചോട്ടെ? വേണ്ട, മുതലാളി എന്നെ ദേവകിന്ന് വിളിച്ചാൽ മതി. ഒരുപാട് ആളുകൊണ്ട് വിചാരിക്കാം ഒന്ന് ഇങ്ങോട്ട് വരണമെന്ന്. എന്തിന്? നിന്നോടൊരു കാര്യം പറയാൻ. എന്ത് കാര്യമാണ്? ഓ, അതങ്ങനെ വെട്ടി തുറന്ന് പറയണോ? അപ്പോ പറയാൻ പാടില്ലാത്ത കാര്യമാണ് അല്ലേ? അതല്ല മുതലാളി, ഇത് ജോലി ചെയ്യുന്ന കൈയാണ്. കഴിവ് കണ്ടോ? പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നീ വലിയ അഭിമാനിയാണ്, എനിക്കറിയാം. അതെ, ഞാൻ അഭിമാനിയാണ്. ഇത്രയും കാലം അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ കൊച്ചുകുടിലിൽ ഞാൻ ജീവിച്ചത്. നീ എന്തിനാണ് ഈ കുടിലിൽ ജീവിക്കുന്നത്? നിനക്ക് ഇവിടെ 10 സെന്റ് സ്ഥലം ഞാൻ എഴുതരാം, നല്ലൊരു വീടും വെച്ചുതരാം.
എനിക്ക് ഈ ചെറ്റക്കുടിൽ മതി. ഇതൊരു തൊഴിലാളി കുടുംബമാണ്. ഞങ്ങൾ ഞങ്ങളുടെ അധ്വാനം മാത്രമേ മുതലാളിക്ക് വിൽക്കാറുള്ളൂ. മാനം വിൽക്കാറില്ല. നിന്റെ മാനത്തിന് എന്ത് വിലയുണ്ടടി? നീ ചോദിക്കും, ഞാൻ തരാം. പൊന്നും പണവും കാണിച്ചാൽ വീഴുന്നത് നിങ്ങളുടെ മാളികയിലെ പെണ്ണുങ്ങളാ. ഞങ്ങളെ തൊഴിലാളികള് ജോലി ചെയ്ത് കൂലി വാങ്ങി കഞ്ഞി വെച്ച് കുടിക്കുന്നവരാ. വിശന്നാ മുണ്ടു മുറുക്കി കൊടുക്കും, പട്ടിണി കിടന്ന് മരിക്കും. എന്നാലും ഞാൻ എന്നെ വിൽക്കില്ല. അപ്പോഴേ മുതലാളി ഒന്ന് പുറത്തു പോ, വാതിലടയ്ക്കട്ടെ. ഞാൻ അകത്തുള്ളപ്പോ വാതിലടയ്ക്കുന്നതല്ലേ നല്ലത്. തേണ്ടി, താൻ പറയാവുന്നതിൽ കൂടുതൽ പറഞ്ഞു. ഇവിടെ ആ തൊഴിലിന് മാത്രം ഇരിക്കുന്ന പെണ്ണുങ്ങൾ വേറെയുണ്ട്. അങ്ങോട്ട് ചെല്ല്, എന്നെ കിട്ടില്ല. എടോ മുതലാളി, എന്റെ മാനം രക്ഷിക്കാൻ എനിക്കറിയാം. ഇവിടെ മീൻ മുറിക്കുന്ന പിച്ചാത്തിയുണ്ട്. ഞാനത് എടുക്കണോ? പോടാ മര്യാദയ്ക്ക്. ഞാൻ അത് പോട്ട്.